ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ പൊന്നു. വെൽക്കം ടു മൈ അമ്മച്ചീസ് ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഞാൻ രാവിലെ എണീച്ച് കുറച്ച് നേരം കളിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്തോട്ട് പോകും. ചേച്ചിയുടെ അടുത്തോട്ട് പോയി നോക്കിയപ്പോൾ അവൾ ഭയങ്കര ഉറക്കം. അവളെ ഞാൻ കുത്തിയൊക്കെ ഉണർത്താൻ നോക്കി, പക്ഷെ അവൾ ഉണർന്നില്ല. പിന്നെ ഞാൻ അവിടുന്ന് പോയി. പിന്നെ എൻ്റെ കസേരയിൽ കുറച്ച് നേരം ഇരുന്ന് ഞാനാണെങ്കിൽ ടീച്ചറൊക്കെ വെച്ച് കഴിച്ച് അത് കഴിഞ്ഞിട്ട് എന്നെ എടുത്ത് താഴെ കെട്ടി കുറേ നേരം ഭയക്കുന്ന കഴിഞ്ഞപ്പോൾ അപ്പൂപ്പനിരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് പിന്നെ അപ്പൂപ്പനെ എടുക്കണം. പിന്നെ അപ്പൂപ്പനെ തോളിച്ചാടി കയറി. അങ്ങനെ അപ്പൂപ്പനെ തോളിക്കാടുന്ന് കുറച്ച് നേരം കളിച്ച് അപ്പോഴത്തേക്ക് അമ്മച്ചിയെ തന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. ഈ ചൂടത്ത് കുളിപ്പിക്കുമ്പോഴാണ് ഒരു സുഖം കിട്ടുന്നത്. കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മച്ചി ഭയങ്കരമായിട്ട് മുടിയൊക്കെ ചെയ്യും. കണ്ടാൽ തോന്നും എനിക്ക് ഒത്തിരി മുടിയുണ്ടെന്ന്. കുളിച്ച ശേഷം ഞാനങ്ങ് പറ്റുന്ന ഉറങ്ങിപ്പോയി. എനിക്ക് വന്നപ്പോഴും എനിക്ക് വൈറ്റമിൻ ടോപ്സ് ഉണ്ട്. എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്, പക്ഷേ ഇപ്പം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പോത്ത് പോലെ കിടന്നുറങ്ങി അവൾ എണീച്ച് വന്നു. പിന്നെ ചേച്ചിയുടെ കൂടെ കുറേ നേരം കളിക്കും. അവളെന്നെ കളിപ്പിക്കുമ്പോൾ ഞാൻ കുറച്ച് ചവട്ടിൻ തോഴിയൊക്കെ കൊടുക്കും. അപ്പോഴത്തേക്ക് അമ്മച്ചി ചേച്ചിക്ക് എടുത്ത് വെച്ച് ഉപ്പുമാവിന് ഇച്ചിരി എനിക്ക് ടേസ്റ്റിനൊക്കെ തന്നു. ഇതാണ് ശരിക്കും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് അമ്മച്ചി ആപ്പിൾ പ്യൂരി ഉണ്ടാക്കി തന്നത്. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആദ്യമായിട്ട് ഇന്ന് കഴിക്കുവാണേ. എന്തായിട്ട് എനിക്ക് ഓക്കാനം വന്നിട്ട് വയ്യ. അയ്യോ എന്തൊക്കെ ആയിക്കൊണ്ട് തരുന്നത്. പിന്നെ ഞാൻ അപ്പൂപ്പൻ്റെ കൂടെ കുറേ നേരം കളിക്കാൻ പോയി. അപ്പൂപ്പൻ്റെ കൂടെ ബെഡിൽ കിടന്ന് കളിച്ച് കുറേ നേരം അപ്പൂപ്പൻ ഞാനോട് രസിച്ചിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ കമ്മനൊക്കെ വീണ് കുറച്ച് നേരം ഓരോ പുഷപ്പൊക്കെ എടുത്ത് ഒക്കെ ഇരുന്ന് അങ്ങനെ കളിയുടെ ക്ഷീണം കാണാൻ ഞാൻ പെട്ടെന്ന് വീണ്ടും ഉറങ്ങിപ്പോയി. ഉറക്കം വേണ്ടി വന്നപ്പോഴത്തേക്ക് ഡാൻഡ് ലഞ്ച് ഇത് ചോറും ക്യാരറ്റും പംകിനും ഒക്കെ ഇട്ട് അടിച്ച് തന്നതാണ്. ഞാൻ കഴിച്ചു, പക്ഷേ ഒത്തിരി തരുമ്പോൾ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മച്ചി എന്നെ ഫ്രഷ് ആക്കിയിട്ട് എൻ്റെ നഖം വള്ളുന്നെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി എന്നെ നഖം വെട്ടാൻ തുടങ്ങി. അമ്മച്ചി സൂക്ഷിച്ചാണോ വെട്ടുന്നതെന്ന് പേടിച്ച് അടിച്ചു വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ദാണ്ടിടാ വേറൊരു അമ്മയും കുഞ്ഞും കണ്ണാടിയിൽ. പിന്നെ അമ്മച്ചി എനിക്ക് പാല് തരാൻ തുടങ്ങി. അതെനിക്ക് ഒട്ടും പറ്റത്തില്ല. അവസാനം എനിക്ക് ഫില്ലറിൽ ഒഴിച്ച് തന്ന്. അപ്പം ജയലക്ഷ്മി ആൻറ്റി എനിക്ക് പിന്നെ കാക്കു കണ്ടൊക്കെ കളിച്ച് കുറച്ച് നേരം രസിച്ചിരുന്ന്. പിന്നെ വീണ്ടും ഞാൻ ഉറങ്ങി. അപ്പോഴത്തേക്ക് അമ്മച്ചിയുടെ സൗണ്ട് കേട്ട് ഞാൻ പിന്നെയും ഉണർന്നു വന്ന് കഴിഞ്ഞ് പിന്നെ അമ്മമ്മയുടെ കൂടെ ആയി കളി. പിന്നെ എനിക്ക് ടൗല് കളി ഭയങ്കര ഇഷ്ടമാണേ. അങ്ങനെ കുറേ നേരം അമ്മമ്മയുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചി വന്നു. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ചേച്ചി അമ്മ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ അവസാനം ആ ചേച്ചി എന്നെ കളിപ്പിക്കാൻ വന്നു. എന്നെ കളിപ്പിക്കുമ്പോൾ എനിക്കിഷ്ടമാണ്. എന്നെ എപ്പോഴും എല്ലാവരും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ തന്നെ രാത്രിയായപ്പോൾ എൻ്റെ കുറേ എക്സസൈസൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇനി കാലൊക്കെ ഇട്ട് അടിച്ചിട്ട് കാലൊക്കെ നല്ല സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് മൗണ്ടൻ ക്ലൈമ്പും കുറച്ച് പുഷപ്പൊക്കെ എടുത്ത് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ താഴേക്കെടുത്ത് ഞാൻ കുറച്ച് നീന്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ഇച്ചിരി മടിയൊക്കെ ഉണ്ട്. എനിക്ക് ഈ ബട്ടർഫ്ലൈ ഭയങ്കര ഇഷ്ടമായി. ഇത് വെച്ചുകൊണ്ട് ഞാൻ കുറേ നേരം കളിച്ചു. പിന്നെ എൻ്റെ ഒരു കിളിയുണ്ട്. ഇതിനെ അവർ ദൂരെ എടുത്തിട്ടേക്കോ. ഞാൻ നീന്തി വരുമെന്ന് വിചാരിച്ചുകൊണ്ടില്ല. എനിക്കൊന്നും വേണ്ട, അത് ഇത്ര കഷ്ടപ്പെട്ടൊന്നും ഞാൻ എടുക്കത്തില്ല. ഞാൻ അസുഖത്തിൽ തട്ടിയെടുക്കാൻ നോക്കിയതാണ്, പക്ഷേ ഒത്തില്ല. അവർ വീണ്ടും അത് മാറ്റി വെച്ച്. എൻ്റെ ഒരു മനുഷ്യരായത് എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. ഞാൻ കുറേ നേരം കൊണ്ട് ശ്രമിക്കും, എന്നിട്ടൊന്നും ഇത് കിട്ടുന്നില്ല. എൻ്റെ ഒരു പാടായത് ഒന്ന് എടുത്ത് തന്നാലെന്താ. എല്ലാവരും ഞാൻ ചുറ്റും ദൈന്യമായിട്ട് നോക്കി, ഒരു മനുഷ്യരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല. എനിക്ക് ആകെപ്പാടെ വിഷമം വന്നു. വിട്ടു കൊടുക്കാനും വയ്യ. ആരും നോക്കിയിട്ട് ആരും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഞാൻ പിന്നെ കുറച്ച് വിഷമമൊക്കെ കാണിച്ചു. അവസാനം ഞാൻ കരഞ്ഞു പിടിച്ചപ്പോൾ എനിക്ക് എടുത്ത് തന്നു നമ്മളോടാ കളി. ഞാൻ പിന്നെ കിളിയെ വെച്ച് കുറേ കളിച്ചു. എനിക്കിത് ഈ കളിപ്പാട്ടം ഭയങ്കര ഇഷ്ടം. ചേച്ചിയുടെ ആണേ. അയ്യോ സമയം 9:45. 9 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം ഉറങ്ങാൻ. അപ്പോഴത്തേക്ക് അമ്മച്ചി വന്നിട്ട് എന്നെ റെഡിയാക്കി സുന്ദര കുട്ടപ്പനാക്കി ഉറങ്ങാൻ പോയി. ഇനി ഞങ്ങൾ പാലൊക്കെ വെച്ച് ഉറങ്ങുവാണേ. ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.